നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യം കേട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വളരെ കൃത്യമായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ ദാനിയേൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി ഒരു സഹോദരി തൻ്റെ ഭർത്താവിന് ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം പ്രത്യേകമാണ് സാക്ഷ്യം എഴുതിയിരിക്കുക. മൈ നെയിം ഈസ് ഡിംപിൾ വർഗീസ് ആൻഡ് ദ പ്ലേസ് ഷീ ഈസ് ഫ്രം ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ എന്നാണ് ഡിംപിൾ വർഗീസ്. ദാനിയേൽ പ്രയർ ഞാൻ 21 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചതാണ്. ഡാനിയേൽ പ്രേഡ് ഫോർ 21 days ഓൺ അസൈൻമെൻറ്റ്, ഒരു പ്രത്യേകമായിട്ടൊരു അസൈൻമെൻറ്റ്. കാരണം തൻ്റെ ജീവിത പങ്കാളിക്ക് ദുബായിൽ ഒരു ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഗോഡ് ബ്ലസ്ഡ് മൈ ഹസ്ബൻഡ് വിത്ത് എ ഗുഡ് ജോബ് ഇൻ ദുബായ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിണത ഫലമായി, ആ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് ഫലമായി ദൈവം പ്രത്യേകമായിട്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ, ഈ ദാനിയേൽ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഈ സഹോദരങ്ങളിലേക്കെല്ലാം വർഷിച്ച് പ്രത്യേകമായിട്ട് ഈ സഹോദരിയും കുടുംബത്തെല്ലാം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഈ സാക്ഷ്യങ്ങളെല്ലാം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്. വിശ്വാസത്തിന് നമുക്കറിയാം, സമരിയക്കാരി സ്ത്രീ ഈശോയെ കണ്ടതിന് ശേഷം ആ നാട്ടിൽ ചെന്ന് മുഴുവനും ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനേകരിൽ ഈശോയുടെ വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും അവരുടെ വിശ്വാസത്തെ കത്തിച്ചൊലിപ്പിക്കുന്ന പ്രതിബിംബങ്ങളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും സാധിക്കുന്നവരൊക്കെ എഴുതി തന്ന ദൈവസാക്ഷ്യം ഓരോ ശുശ്രൂഷയിലൂടെ നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ വലിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും പ്രത്യേകമായിട്ട് നിറയ്ക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദാനിയേൽ പ്രാർത്ഥനയുടെ 2ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ച ദാനിയേൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരങ്ങളിലേക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥന ചൊല്ലേണ്ട വിധം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10ാം അധ്യായം വായിക്കണം. അതിനുശേഷം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10ാം അധ്യായത്തിൽ നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയുടെ ഉത്തരവുമായി വന്ന ദൈവദൂതനെ തടഞ്ഞു നിർത്തിയ ആ പേർഷ്യ രാജ്യത്തിലെ സ്പിരിറ്റിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്ന മലാഖയാണ് മിഖായേൽ മലാഖ. തുടർന്ന് മിഖായേൽ മലാഖയുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനുശേഷം യാത്രാ തടസ്സം, നല്ല ജീവിത പങ്കാളി ലഭിക്കാനായിട്ട്, കണ്ണിൻ്റെ സൗഖ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന മാലാഖയാണ് റാഫേൽ മാലാഖ. റാഫേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനുശേഷം കുരുക്ക് അഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത്രയും പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്പസമയം ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാണോ നടക്കേണ്ടത്, ആ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കണ്ട് യേശുനാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പ്രാർത്ഥനാ നിയോഗം നടന്നുവെന്ന് വിശ്വസിക്കുന്നുവെന്ന് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇതാണ് ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ശുശ്രൂഷയുടെ ഓർഡറുകൾ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുക. ഇന്ന് നമ്മൾ ജീവിത തടസ്സങ്ങൾ, നമുക്കറിയാം പലവിധ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്. ഇന്നത്തെ ഈ ശുശ്രൂഷയിലും മുഴുവനും പലവിധ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഒഴുകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 119-ാം സങ്കീർത്തനം 130-ാം വചനം, 119-ാം സങ്കീർത്തനം 130-ാം വചനം പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിക്കുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനത്തിൻ്റെ ചുരുളഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വചനം അങ്ങോട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ, നമ്മളായിരിക്കുന്ന സാഹചര്യം ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അസ്വസ്ഥതകളിലും ദുഃഖങ്ങളിലും കണ്ണുനീരിലുമൊക്കെ നമ്മളായിരിക്കും. അവിടത്തേക്ക് ദൈവവചനത്തിൻ്റെ പ്രകാശം പരക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ജീവിത തടസ്സങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. വചനപ്രകാരം മാണ്, ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുടെ മുമ്പേ നമ്മൾ ആരെ വിടണം? നമ്മൾ ദൈവത്തെ വിടണം.
നമ്മളെപ്പോഴും നമ്മൾ തടസ്സങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പലപ്പോഴും വിലപിക്കുകയും കരഞ്ഞിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക് ദൈവത്തെ പറയും, ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുടെ എല്ലാ മേഖലകളെയും നിരത്തി മാറ്റും. വിവാഹ തടസ്സമാണെങ്കിൽ കർത്താവ് എടുത്തു മാറ്റും, സാമ്പത്തിക തടസ്സമാണെങ്കിൽ അത് എടുത്തു മാറ്റും, യാത്രാ തടസ്സങ്ങളെ എടുത്തു മാറ്റും, മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലിൻ്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് തുറക്കാനായിട്ട് പറ്റില്ല, അതിനെല്ലാം തകർക്കുന്ന കാരണം ദൈവവചനത്തിന് അത്രയധികം ശക്തിയാണ്. പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലകളാകുന്ന ഇരുമ്പിൻ്റെ അത്രയും ശക്തിയുള്ള തടസ്സ മേഖലകളെ കർത്താവ് മാറ്റിത്തരുമെന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവനും പലവിധ തടസ്സങ്ങൾക്ക് മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു വചനം കൂടി നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂൽ പോലെ ആയിത്തീർന്നു, കെട്ടുകൾ അഴിഞ്ഞു വീണു എന്നാണ് വചനം പറയുക. നമുക്കറിയാം നമ്മുടെ ജീവിത തടസ്സങ്ങളാണ് കെട്ടുകളെല്ലാം അഴിഞ്ഞു വീഴണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും അനുഗ്രഹവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വചനം നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ അഗ്നി ഇറക്കി നമ്മുടെ എല്ലാ തടസ്സ മേഖലകളെയും പ്രത്യേകമായിട്ട് ഒരുക്കി ക്രമപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രണ്ട് വചനങ്ങളും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ളവരാണ്. പ്രത്യേകമായിട്ട് ദാനിയേൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകനെയാണ് ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് 37-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ദൈവത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞാലാണ് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുകയുള്ളൂ എന്ന വചനം വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാം. ഈ ധ്യാന ശുശ്രൂഷയുടെ 2-ാമത്തെ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും പ്രത്യേകമായി പലവിധ തടസ്സങ്ങളും മൂലം വേദനിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ അടിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പല വചനങ്ങൾ അതിന് കൂട്ടിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ എടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവികാരൻ ഈശോ ഇതാ നമ്മുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളി വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം ഈശോയോടൊപ്പമായിരുന്നുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥന ചൊല്ലി ഈ 2-ാമത്തെ ആഴ്ച നമ്മുടെ എല്ലാ ജീവിത തടസ്സങ്ങളെയും കർത്താവായ ഈശോയെ പ്രത്യേകമായി എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇതാ നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം. പരിശുദ്ധ പരമ ദിവികാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാനിയേൽ പ്രാർത്ഥനയുടെ 2-ാമത്തെ ആഴ്ചയിലായിരിക്കുമ്പോൾ ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദാനിയേൽ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ വിശ്വാസത്തോടുകൂടി നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പെർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷം ബെൽത്താഷേസ് എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഉഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയുമായിരുന്നു.
ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പെർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പെർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വാ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്തു നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യ രൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭോ, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിതാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും എൻ്റെ ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യശോയെ, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ തടസ്സ മേഖലകളെയും, എല്ലാ പൈശാചികമായ സാന്നിധ്യങ്ങളും ഈ നിമിഷം മാലാഹയുടെ അത്ഭുതകരമായ ഇടപെടലിനാൽ നീങ്ങിപ്പോയെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഇതാ നിന്റെ ജീവിതങ്ങളും നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിച്ച്, മാലാഹേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സംഭവിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെയും പൂർണ്ണമായി നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനിയൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. കണ്ണുകളുടെ സൗഖ്യം, യാത്രാ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ബന്ധനമുക്തി തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന മാലാഖയാണ്. മാലാഖയുടെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും മധ്യസ്ഥനായിട്ട് സമർപ്പിക്കുമ്പോൾ, ഓ ദിവികാർണീശോയെ, റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, കണ്ണുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, പലവിധ യാത്രാ തടസ്സങ്ങൾ, വിദേശയാത്രയായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹവും സ്വപ്നവും നോക്കിയിരിക്കുന്നവരായിരിക്കാം. ആ യാത്രാ തടസ്സങ്ങളിലേക്ക്, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളിലേക്ക്, പലവിധ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ, മദ്യത്തിൻ്റെ ബന്ധനം, ആസക്തിയുടെ ബന്ധനം, മറ്റു പാപത്തിൻ്റെ ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകളുടെ ബന്ധനങ്ങളിൽ കിടക്കുന്നവരിലേക്ക് നിന്റെ കൃപ സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹായത്തിനായി മാലാഖമാരെ നിയോഗിച്ചു തന്ന ദൈവമേ, ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഖയെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തോബിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഖയെ ആത്മീയ ശാരീരിക അന്ധതയിൽ കഴിയപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. സാറെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ. ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിൻ്റെ സഹായകനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ. കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തിയുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കുവാൻ യുവജനങ്ങളെ സഹായിക്കണമേ. തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഖയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവേ, വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസത്തോടെ റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം വഴിയായി ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർ, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ആരോഗ്യമുള്ള കുട്ടികളെ ലഭിക്കാണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, വിവാഹ തടസ്സങ്ങൾ മൂലം ഏതെങ്കിലും യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം. വിവാഹമോചനത്തിൽ പെട്ടുകിടക്കുന്നവർ, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധ രോഗികളായിട്ട് വേദനിക്കുന്നവർ, രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ രോഗികളെ നമുക്ക് ഓർക്കാം. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നല്ല അഡ്മിഷൻ, പലവിധ എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, OET എക്സാം, നീറ്റ് എക്സാം, മറ്റു പല UPC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ തടസ്സങ്ങളെയും നമുക്ക് ഓർക്കാം.
ജോലി തടസ്സം, സാമ്പത്തിക തടസ്സം, വീട് വയ്ക്കാനുള്ള തടസ്സം, വിസ തടസ്സങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മൂലം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ, ലോൺ അടയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ആത്മഹത്യ ചിന്തകൾ മൂലം വേദനിക്കുന്നവരെ അതിൽ നിന്ന് തിരിച്ചുവിടാനുള്ള വലിയ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രണയ ബന്ധങ്ങളിൽ കിടക്കുന്നവരെ ഓർക്കാം. ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭയം, നിരാശ, സംശയരോഗം, പിണക്കങ്ങൾ ഇതെല്ലാം നീങ്ങിപ്പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആസക്തികൾ മൂലം അകപ്പെട്ടിരിക്കുന്നവർ, മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ അശ്ലീലത എല്ലാം നമുക്ക് ഓർക്കാം. പലവിധ ഉറക്കമില്ലായ്മകൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്ക് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്കാം. മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം വഴിയായി ഈ ദിവസങ്ങളിൽ അനേകായിരങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ നിമിഷം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധിച്ചു തരണമേ, ആമേൻ. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലൂടെ ഉള്ള എല്ലാ തടസ്സങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം ഈ നിമിഷം എല്ലാ ജീവിത തടസ്സങ്ങളിലേക്കും നിറയുന്ന നിമിഷങ്ങളാണ്. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, അപേക്ഷയമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നു നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്ക് എന്നെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാകില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളിലല്ലോ കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനും ആ യേശുവിൻ്റെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം. ഈ നിമിഷം നമ്മുടെ വലിയ ഇടപെടലുകൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഇതാ വരുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹൃദയത്തിൽ കേട്ടവളും പാലിച്ചവളുമാണ് അമ്മ. അപ്പോഴാണ് അമ്മയുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറിയത്. ആ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഇതാ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ ദുഃഖങ്ങളും വേദനകളും ഇതാ അനുഗ്രഹമായി മാറുന്ന നിമിഷങ്ങളാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണവും ദൈവം എനിക്ക് തന്ന ഏകാശ്വാസവും, എൻ്റെ ബലഹീനതകളിൽ ബലവും എൻ്റെ ആവശ്യങ്ങളിൽ സഹായവും, ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും എന്നെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. അമ്മേ. ഈശോയിത എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. എൻ്റെ മകനെ എൻ്റെ അടുത്തേക്ക് വരിക. തീവ്രമായ വേദനയോടെയുള്ള എൻ്റെ അഭ്യർത്ഥന നീ കേൾക്കുക. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശരീരം ജീവനുള്ള ബലിയായി ഞാൻ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ നിനക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ കൂദാശയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളിതാ അങ്ങയെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ദുഃഖങ്ങളുമായി, ഞങ്ങളുടെ പ്രാർത്ഥനകളുമായി, ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളുമായി ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നുവല്ലോ. അവിടെ നരളി ചെയ്തിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവദാനിൻ്റെ സന്നിധിയിൽ, ആ ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്കവിടുത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം. നീ എന്നെ തൊടുമ്പോൾ
ഞാൻ സൗഖ്യം തരുന്ന നിമിഷങ്ങളാണ്. ഞാനിതാ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നു ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെ ഇതാ സമർപ്പിക്കുകയാണ്. സന്താന സൗഭാഗ്യ തടസ്സങ്ങളിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 24-ാം തിരുവചനം, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സുഖപ്രസവത്തിനായിട്ടൊരുങ്ങുന്നവര്, ആരോഗ്യമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, വിവാഹ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവര്, പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. വിവാഹമോചനത്തിൽ പെട്ടുകിടക്കുന്നവര്, രോഗികള്, നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നല്ല അഡ്മിഷൻ കിട്ടാൻ പലവിധ കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങുന്ന ഓരോ മക്കള്, ജീവിത തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കര കരിഞ്ഞ് ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അഴിഞ്ഞു വീണു. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുന്ന നിമിഷങ്ങളാണ്. സാമ്പത്തിക തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീട് വയ്ക്കാനുള്ള തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ ഇതാ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നു. പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഭയങ്ങളിലും ഉത്കണ്ഠകളിലും നിരാശയിലും എനിക്ക് അഭയം നൽകി എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകളെ തലോടി ഉണക്കുന്നവനതാ എൻ്റെ സന്നിധിയിൽ. അവനെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. ആത്മനാശഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീയേകി മുറിവിൽ നീ തഴുകി. എൻ മോക്ഷം നീയല്ലോ, എൻ മോക്ഷം നീയല്ലോ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കടബാധ്യതയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർക്കാം. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ലോണുകളൊക്കെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് കഴിയുന്ന ഓരോ സഹോദരങ്ങളിലേക്ക്, ബിസിനസ്സിലെ തകർച്ചയിലായിരിക്കുന്നവർ, ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ഓരോ കുടുംബങ്ങളിലും സമാധാനം നിറയാനായിട്ട് ഈശോയെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ ചിന്തകൾ യേശുനാമത്തിൻ്റെ ശക്തിയാലും നീങ്ങിപ്പോകട്ടെ. പലവിധ ബന്ധങ്ങളിൽ, തെറ്റായ ബന്ധങ്ങളിൽ, ബന്ധനങ്ങളിൽ കഴിയുന്ന ഓരോ മക്കളെ ഇതാ കർത്താവ് തിരിച്ചോരയൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കുന്നു. ആത്മീയ വളർച്ചയിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്ന നിമിഷങ്ങളാണ്. ഭയം, നിരാശ, സംശയരോഗം, പിണക്കങ്ങൾ ഇതാ യേശുനാമത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകുന്ന നിമിഷങ്ങൾ.
പലവിധ ആസക്തിയിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. മദ്യാസക്തിയിൽ, ജഡികാസക്തിയിൽ, മയക്കുമരുന്നിൻ്റെ ആസക്തിയിൽപ്പെട്ട് കിടക്കുന്ന എല്ലാ ആസക്തിയുടെ ബന്ധനത്തിൻ്റെ കോട്ടകളെ ഇതാ കർത്താവ് തകർക്കുന്ന നിമിഷങ്ങളാണ്. ആസക്തിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ ആസക്തി, ജഡികാസക്തി, അശ്ലീലതയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇതാ തൻ്റെ തിരിച്ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആസക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമോചനം നൽകി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ഉറക്കമില്ലായ്മ മൂലം കഴിയുന്ന സഹോദരങ്ങളെ ഇതാ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരെ കർത്താവ് ഇതാ അനുഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്നെ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം ഈശോയെ. ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ, ഞങ്ങളുടെ വേദനകളുടെ മേൽ, കഷ്ടപ്പാടുകളുടെ മേൽ, തടസ്സങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങ് രൂപം നൽകിയ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങയുടെ സന്തോഷവും സമാധാനവും സ്നേഹവും ഐക്യവും കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ അഭിഷേകത്താൽ നിന്റെ തിരുരക്തത്തിൻ്റെ കോട്ട നിർമ്മിച്ച് സംരക്ഷണം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ജീവിത വഴികളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. വലതുകരം നമുക്ക് ശിരസിലേക്ക് വെക്കാം. ദിവികാരണ ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ ഇതാ നിന്നെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. The name of the Father Almighty God, Creator of heaven and earth. The name of Jesus Christ, only begotten Lord and Savior. The name of the Holy Spirit, the Paraclete, through the intercession of Saint Michael the Archangel, the Blessed Virgin Mary of Saint Joseph, the Blessed Apostles, Peter, Paul, Saint John, Saint James, Saint Thomas, Saint George, Saint Anthony, Saint Augustine, Saint Benedict, Saint Padre Pio, Saint John Maria Vianney, and all the apostles and saints. And with the authority of priesthood conferred on me, together with Pope Francis, all the bishop and priest, rebuke and command every spirit of darkness, oppression, obsession, affliction, fear, sickness, sinful bondages, financial crisis, job crisis, marital blocks from this community, to depart from them, to be born and cast out to the outside of darkness. Let Jesus take care of you, Satan. Let Jesus send you bound to the outside of darkness. The name of Jesus, Son of the living God. The name of Jesus, Son of the Blessed Virgin Mary. I challenge every spell and work of darkness. I command you, go to the feet of Jesus, to be bound, not to return. Let the precious blood of Jesus cover them. Let them experience the fullness of Jesus' redemption. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി 134 സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സിയോനിലേക്ക് കരങ്ങൾ ഉയർത്തി നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, പ്രത്യേകമായിട്ട് സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കണ്ണുനീരിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഈ നിമിഷം നീ കടന്നു ചെല്ലണമേ എന്ന് യാചിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളിലേക്ക് വർഷിക്കട്ടെ. നിന്റെ സ്പർശനത്താൽ എല്ലാ രോഗികളും യേശുനാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. എല്ലാ പാപബന്ധനത്തിൻ്റെ കെട്ടുകളും യേശുനാമത്തിൻ്റെ ശക്തിയിൽ അഴിയപ്പെടട്ടെ. ജോലി തടസ്സങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ചുവെന്ന് ഞങ്ങളിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Press the bell icon on the YouTube app and never miss another update.